മദ്ഹ് ചൊല്ലാൻ പാടുണ്ടോ? മദ്ഹ് ചൊല്ലാൻ ഹദീസിലുണ്ടോ? ഇനിയും നിങ്ങൾക്ക് എത്ര ഹദീസ് വേണം? നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മദ്ഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അംബിയായിന്റെ മദ്ഹ് പറയാം, ഔലിയായിന്റെ മദ്ഹ് പറയാം, ശുഹദായിന്റെ മദ്ഹ് പറയാം, ആലിമീങ്ങളുടെ മദ്ഹ് പറയാം, ദീനിന്റെ മദ്ഹ് പറയാം, മദ്ഹുകളെല്ലാം പറയാം. പക്ഷേ മദ്ഹിന്റെ മറവിൽ അമിത പ്രശംസ പാടില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി വർണ്ണിച്ച് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ലേ എന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? കല്യാണ മജ്ലിസിൽ വെച്ച് കുട്ടികൾ ഇതുപോലെ ഒന്ന് പാടിയില്ലേ? അവരെന്താ പാടിയത്? ഇത്ര ഗൗരവത്തിൽ അവർ പറഞ്ഞില്ല. പക്ഷേ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ട് എന്ന് പാടിയപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊച്ചുമക്കളെ വിളിച്ചുകൊണ്ട് അത് പാടരുതേ എന്ന് പറഞ്ഞില്ലേ? എന്ന മദ്ഹിന്റെ മറവിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും അവരെ കുറിച്ച് ഇല്ലാത്തത് പറയലും അവരെ പേര് കള്ളക്കഥകൾ പ്രചരിപ്പിക്കലും അത് ശരിയല്ല. ഇനി അതുണ്ടോ മൗലിദ് കിതാബിൽ? തീർച്ചയായും ഉണ്ട്. നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ.